ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കജൂസ് വേൾഡ്. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു സ്റ്റേക്കേഷൻ വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലെല്ലാം കണ്ടിട്ടുണ്ടാകും. പ്ലേസിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. അപ്പോൾ പ്ലേസ് വേറെ എവിടെയല്ല, നമ്മുടെ വയനാടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇത് ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനും ഒക്കെ അവരുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് മാറി ഒരു കാം ആൻഡ് കൂൾ പ്ലേസ് നോക്കുന്നവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ ചുറ്റും ഫോറസ്റ്റും അതേപോലെ തന്നെ തേയിലത്തോട്ടം ഒക്കെ ആട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു കൂൾനെസ്സും ഫ്രഷ്നെസ്സും ഒക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. ഈ ഇത്രയും വലിയൊരു പ്ലേസിൽ അവിടെ ആകെ 6 പ്രോപ്പർട്ടീസാണ് അവർക്കുള്ളത്. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അതേപോലെ തന്നെ അവിടെ ട്രീ ഹോംസും അവൈലബിൾ ആണ് കേട്ടോ. വലിയൊരു ഏരിയ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിലും പുറത്തിരിക്കാനും പുറത്ത് ചിറ്റ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനൊക്കെ ഉള്ള സ്പേസസ് ഉണ്ട് കേട്ടോ. മോർണിംഗ് കോഫി കുടിക്കാനുള്ള ഒക്കെ ഉള്ള സ്പേസസ് ഉണ്ട്. പിന്നെ റൂമിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, അടിപൊളി റൂമായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ലക്ഷറി എഫക്റ്റ് തരുന്ന അതേപോലെ തന്നെ ഒരു എസ്തെറ്റിക് നേച്ചറുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 1 year ബാക്കാണ് കേട്ടോ ഈ റിസോർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പൂൾ വ്യൂ ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പൂളിലെ വാട്ടർ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഭയങ്കര എന്നും ക്ലീൻ ചെയ്യുന്നതാണെന്ന്. അത് കൂടാതെ അവിടുത്തെ വാട്ടർ അവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് ടെമ്പറേച്ചർ നമുക്ക് ഭയങ്കര കൂൾ അല്ലെങ്കിൽ ഭയങ്കര ഹോട്ട് വേണ്ടെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പോണ്ട് പോലെ ഫിഷിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ലോക്കേഴ്സ്, ടോയ്ലറ്ററീസ്, ഈവൻ കോഫി മേക്കേഴ്സ് ഉണ്ടായിരുന്നു. ടീ ആണെങ്കിൽ ടീക്ക് പറ്റിയ രീതിയിൽ വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് ബാത്റൂം എന്ന് പറയുന്നത്. ബാത്റൂമും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഫുൾ ഗ്ലാസ്സും ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഓപ്പൺ ബാത്റൂം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് കർട്ടൻസ് യൂസ് ചെയ്യാം. ഈവനിങ് നമ്മൾ കുറച്ച് നേരം പൂളിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രിഫർ ചെയ്തത് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരുന്നു കേട്ടോ. സോ അതിൻ്റെ കാര്യം പറയണ്ട, ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഞാനൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതും പൂൾ സൈഡിലാണ് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണോ അതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുക. നമ്മളൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് മസാല ദോശയാണ് ചൂസ് ചെയ്തത്. പിന്നെ മോർണിംഗിൽ ഇവർക്ക് ഏർലി മോർണിംഗിൽ ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, അതിന് പോകുന്നവർക്ക് പോവാം. പക്ഷെ നമുക്ക് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് ശേഷം ഒരു ഓഫ് റോഡ് ട്രിപ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. തേയിലത്തോട്ടിലെ കൂടെ ഒരു ഓഫ് റോഡ് ട്രിപ്പ്. അതിന് നമ്മുടെ കൂടെ വരുന്ന ഒരു നേച്ചറലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ അവിടുത്തെ എല്ലാ പ്ലാന്റ്സിനെ കുറിച്ചും ട്രീസിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അവരുടെ ഹോസ്പിറ്റാലിറ്റി ഒന്നും പറയാനില്ല, അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. പിന്നെ നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ബിക്കോസ് നേച്ചറായിട്ട് അത്രയും ബ്ലെൻഡായിട്ടാണ് അവർ ഓരോ റിസോർട്ട്സും ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല, സുൽത്താൻ ബത്തേരി പെപ്പർ ട്രയൽ റിസോർട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കജൂസ് വേൾഡ്.